ഇനി നമുക്ക് ടപ്പേന്ന് പോയിട്ട് ടപ്പേന്ന് ഡ്രസ്സ് മാറിട്ട് വേണം. അപ്പോൾ ഇന്ന് എൻ്റെ കസിൻ ചേച്ചിയുടെ വെഡ്ഡിങ് ആണ്. അപ്പോൾ നമ്മൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുകയാണ്. അപ്പോൾ ഒരു വേഗം ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരുപാട് ലേറ്റാണ്. ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയും അമ്മൂമ്മയും അനിയത്തിയും എല്ലാം ഒരു ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വേഗം പ്രൈമറാണ് മുഖത്ത് ഇട്ടത്. വേഗം തന്നെ എല്ലാം മേക്കപ്പിൻ്റെ ABCD പോലും അറിയില്ലെങ്കിലും ഉള്ള സാധനമൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. പ്രൈമർ ഇട്ടു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൗണ്ടേഷനിലായി. പിന്നെ ഫൗണ്ടേഷൻ കുറച്ചെടുത്ത് ഇട്ടു. ഞാനാണെങ്കിൽ ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് പറയാം. ഞാനാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഞാനിപ്പോൾ എന്നോട് അമ്മായി പറഞ്ഞു അമ്മേനെ ഒരുക്കണം എന്ന് പറഞ്ഞു. അവിടെയൊക്കെ പോയി ജസ്റ്റ് എനിക്കറിയാവുന്ന രീതിയിൽ വലിയ രീതിയിലൊന്നും ഞാൻ ചെയ്യാൻ അറിയില്ല, അറിയാവുന്ന രീതിയിൽ പോയി വേഗം ചെയ്തു. പിന്നെ ഞാൻ വീക്കോൻ്റെ ക്രീം ഡെയിലി ഇട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിരുന്നു, അത് ആദ്യമായിരുന്നു. അപ്പോൾ ഇടാൻ മറന്നുപോയപ്പോൾ ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫൗണ്ടേഷനും പ്രൈമറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ വീക്കോയുടെ ക്രീം ഇട്ടത്. എന്തോ അതിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല ഗൈസ്. പിന്നെ വേഗം വീക്കോൻ്റെ ക്രീമൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ BB ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു BB ക്രീം കണ്ടല്ലേ, ആ BB ക്രീം അത് കാണുമ്പോൾ തന്നെ നമുക്ക് റിച്ച് ഫീൽ ആവേണ്ടത്. അപ്പോൾ ആ ഒരു BB ക്രീം ഞാൻ എടുത്തിട്ട് BB ക്രീം ഇട്ടപ്പോൾ തന്നെ മുഖത്ത് നല്ലൊരു ഗ്ലോ ഒക്കെ വന്നിട്ടാണ്. അപ്പോൾ കുറേ ഞാൻ ക്യാമറ നോക്കി ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ എന്താ വെച്ചാൽ ക്യാമറ അവിടെ വെച്ചിട്ട് കണ്ണാടി എടുത്തിട്ട് കണ്ണാടി തന്നെ നോക്കിയിട്ട് ചെയ്തു. പിന്നെ സെറ്റിംഗ് സ്പ്രേ അടിക്കണമായിരുന്നു. സെറ്റിംഗ് സ്പ്രേ വന്നിട്ട് ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്നു. ഞെക്കിയിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞെക്കി കഴിഞ്ഞ് വന്നു. എൻ്റെ കസിനാണ്, അവളൊക്കെ ഓൾമോസ്റ്റ് ഏകദേശം എല്ലാം റെഡിയായി. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഇനി റെഡി ആവുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ വേഗം പോയി കണ്ണൊക്കെ എഴുതി വന്ന് എനിക്ക് പൊട്ട് ഇടണം, ലിപ്സ്റ്റിക് ഇടണം, ഹൈലൈറ്റർ ഇടണം, ബ്ലഷ് ഇടണം, അങ്ങനെ കുറച്ച് പരിപാടിയേ ഉള്ളൂ. അത് ഹൈലൈറ്റർ ഒരെണ്ണമുണ്ട്, അതിടായിരുന്നു. അതാണെങ്കിൽ അത് ഞെക്കി എൻ്റെ ആത്മാവ് എടുത്തു എന്ന് പറയാം ഞാൻ. അപ്പോൾ ഹൈലൈറ്റർ ഇട്ടു. നിങ്ങൾ ആരെങ്കിലും ഹൈലൈറ്റർ ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കണ്ണെഴുതുമ്പോഴൊക്കെ അതായി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഞാനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ പിടിക്കുന്നത്. എങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ പോയി പിന്നെ ധാവണിയൊക്കെ കൊടുത്തു. അപ്പോൾ പുറകിൽ അവൾ ധാവണി സെറ്റ് ചെയ്യുന്നുണ്ട്. അവൾ മുടി കെട്ടി മാലയിട്ട് കമ്മലിട്ടു എല്ലാം ചെയ്തു. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ പിന്നെ വേഗം പോയിട്ട് മുടിയും കെട്ടി മാലയും ഇട്ടു. പൂ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. പൂ വെക്കാൻ ചേച്ചി വന്നു. അപ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയാണ്, അവളാണ് അപ്പോൾ എനിക്ക് പൂ വെച്ച് തന്നത്. ഞാൻ റെഡി അങ്ങനെ വെക്ക് ഇങ്ങനെ വെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അവൾ അങ്ങനെ വെക്ക് ലൂസായി കിടക്കുന്നതിന് പിന്നെ കുറേ വട്ടം അവളെ കൊണ്ട് ഞാൻ വെപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് സമയമില്ലാത്തതുകൊണ്ട് വേഗം തന്നെ പോയിട്ട് കമ്മലിട്ട്. പുറകിൽ നിന്ന് അമ്മ വേഗം വാ എന്നും പറഞ്ഞിരിക്കുക. ഞാൻ എപ്പോഴും പൂ ശരിയായില്ല, അത് ശരിയായില്ല, ഇത് ശരിയായില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചി. ഞാൻ പോയി ലിപ്സ്റ്റിക് ഇട്ടു, ബ്ലഷ് ഇട്ടു, ഹൈലൈറ്റർ ഇട്ടു, പൊട്ട് ഇട്ടു, വളയിട്ടു. പിന്നെ മസ്കാര ഇടാൻ മറന്നു, വേഗം മസ്കാര ഇട്ടു. അപ്പോൾ തന്നെ ഏകദേശം ഞാൻ എല്ലാം സെറ്റായി. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഔട്ടർ ലുക്ക് എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം. കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ പറയണം കേട്ടോ.